നമസ്കാരം. എൻ്റെ പേര് ജിനദേവൻ. പാലക്കാടാണ് താമസം. ജ്യോതിഷം, പൂജ ഈ കാര്യങ്ങളൊക്കെ തൽക്കാലം ഒരുവിധം നന്നായി ചെയ്തു പോരുന്നു. ഉത്തമ പൂജകൾ മാത്രം. ആരെയും ഉപദ്രവിക്കുന്ന കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ശുദ്ധമായ പൂജകൾ മാത്രം. ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കും കാരണങ്ങളാവുന്ന പല പ്രശ്നങ്ങളെയും ഉത്തമ പൂജാ ഹോമങ്ങളിലൂടെ പരിഹരിച്ച് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതിനൊരു കാരണമാകാൻ നമ്മൾ സാധിക്കുന്നു എന്നുള്ളൊരു അഭിമാനത്തോടുകൂടി ജീവിക്കുന്നു. എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് എൻ്റെ ഫോൺ നമ്പർ 9847485116 പിന്നെ ഞാനിന്നിപ്പോൾ ഇതിൽ വീഡിയോയിൽ വരാൻ കാരണം നമ്മുടെ ഈ ഹിന്ദുക്കളുടെ ആത്മീയതയെ കുറിച്ച് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാലോ തൊഴുതാലോ പ്രാർത്ഥിച്ചാലോ ശരിയാവുന്നുള്ള. പക്ഷേ ഹിന്ദുവിൻ്റെ ആത്മീയത എപ്പോഴും ഒരു വ്യക്തിയെ നല്ലൊരു വ്യക്തിയായിട്ട് വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹിന്ദുവിൻ്റെ ആത്മീയ ജീവിതം പറയുന്നത്. അവൻ്റെ ജീവിതത്തിലുള്ള ദുരിതങ്ങളും ദോഷങ്ങളും എല്ലാം മാറ്റി നല്ലൊരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഹിന്ദുവിൻ്റെ ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ജനിക്കാൻ കാരണമായ വിഷയങ്ങൾ എന്താണോ ആ വിഷയങ്ങൾക്ക് പരിഹാരം ചെയ്ത് ജന്മദുരിതം തീർത്ത് പൂർവ്വജന്മ ദുരിതങ്ങളൊക്കെ തീർത്ത് ഇഹജന്മത്തിൽ നിന്ന് ജന്മമില്ലാതെ മോക്ഷപ്രാപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പൂർണ്ണതയിലേക്ക് എല്ലാവരും എത്താത്തതിൻ്റെ കാരണം നമ്മളുടെ ഭക്തിയുടെ രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. അത് ശരിയാവണമെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ് ഇത് മൂന്നും ഒന്നായിരിക്കണം. അത് മൂന്നും ഒന്നായി വന്നാൽ മാത്രമേ ഈശ്വരാനുഗ്രഹം നമ്മളിൽ കിട്ടുള്ളൂ. പാൽപ്പായസം കഴിച്ചുകൊണ്ടോ ശർക്കര പായസം കഴിച്ചുകൊണ്ടോ ഒന്നും ദൈവാനുഗ്രഹം പൂർണ്ണമാവില്ല. ദൈവാനുഗ്രഹം പൂർണ്ണമാവണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും ചിന്തകളും മനസ്സും കറക്റ്റാവണം. അത് ഒന്നുപോലെ ആവുമ്പോഴാണ് ശരിക്ക് ആത്മീയതയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുന്നത്. നമ്മുടെ ആത്മാവിലെ പാപങ്ങളെ ഇല്ലാതെ ആക്കിക്കൊണ്ട് പുണ്യങ്ങൾ മാത്രമാക്കി പുണ്യകർമ്മത്തിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തി നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. ആരൊക്കെ എന്തൊക്കെ ദൈവമില്ല എന്ന് പറഞ്ഞാലും ശരി, ദൈവമില്ല എന്ന് പറയുന്ന ആ വ്യക്തി പോലും ഓക്സിജനെ ശ്വസിച്ചിട്ട് കിട്ടുന്ന എനർജി കൊണ്ടാണ് അവൻ ദൈവം ഇല്ല എന്ന് പറയണത്. ആ ഓക്സിജൻ ഒരു നിമിഷം അകത്തേക്ക് കയറിയില്ലെങ്കിൽ അവന് ദൈവം ഇല്ല എന്ന് പോയിട്ട് ആന്ന് പോലും പറയാൻ പറ്റില്ല. അതിനു മുമ്പ് അവൻ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓക്സിജനെ അകത്തേക്ക് വെച്ചാൽ നമ്മുടെ മൂക്കുകൊണ്ട് ശ്വാസം അകത്തേക്ക് വലിച്ച് പുറത്തേക്ക് വിടുന്നു എന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഒരു ശ്വാസം പോലും ഒരു ഡോക്ടർക്കോ ഒരു സയൻറ്റിസ്റ്റിനോ ഒരു യുക്തിവാദിക്കോ ഒരു വ്യക്തിക്കും ഒറ്റ ശ്വാസം പോലും അകത്തേക്ക് സ്വയം ആരോഗ്യം കൊണ്ടോ സ്വയം കഴിവ് കൊണ്ടോ വലിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കില്ല. ഒരു പ്രാവശ്യം പോലും വലിക്കാൻ. അത് നടത്തുന്ന പ്രക്രിയ അതാര് നടത്തുന്നു എന്നുള്ളതൊന്ന് അന്വേഷിച്ചിട്ട് വേണം ദൈവം ഇല്ല എന്ന് പറയാൻ. ശ്വാസം അകത്തേക്ക് വലിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഈ നാട്ടിൽ ഒരു വ്യക്തിക്കും ആസ്മ ഉണ്ടാവില്ല. ആസ്മ ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്വയം ശ്വാസം വലിച്ച് ശ്വാസം മുട്ടലില്ലാതെ ആക്കാം. വെന്റിലേറ്ററിൽ കിടക്കേണ്ട വരില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നെ ഒരിക്കൽ നിങ്ങളോട് സംസാരിക്കാം. എൻ്റെ ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്യാം, ബെല്ലൈക്കൺ അമർത്താം. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്. പേര് ജിനദേവൻ എന്നാണ്. ഓക്കെ, നമസ്കാരം.